എന്ന് ആലോചിക്കണം. എന്തിനാണ് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു വെൽക്കം അല്ലേ? എന്നാലും വെൽക്കം. നമ്മുടെ ചേച്ചീനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഷീസ് പാർട്ട് ഓഫ് അവർ ഫാമിലി. എല്ലാ സ്കിറ്റിലും ചേച്ചീനെ നമ്മുടെ പ്രേക്ഷകരൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ചേച്ചി വൺസ് മോർ ഒരു ഒഫീഷ്യൽ വെൽക്കം. താങ്ക് യു. ഹായ് അർജുൻ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടെയാണ്? വെണ്ണിക്കുളം സ്ഥലമാണല്ലേ? പത്തനംതിട്ട ജില്ലയില് വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു. ഇക്കാസ് രാജേട്ടാ, ഇന്ന് ഇവര് രണ്ടുപേരുമാണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് നമുക്ക് കാണാം അല്ലേ? ഓക്കെ ചേച്ചി, എന്തൊക്കെയാണെന്ന് ചെയ്യാൻ പോകുന്നത്? ആദ്യമായിട്ട് ഞാൻ വിനയ് ഫോർട്ടിനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കും. ജാവ സിമ്പിളാണ്, പവർഫുൾ. അഞ്ജലിക്ക് മനസ്സിലായില്ലേ പറയണം. വിമൽ സാർ നല്ല ആളാണെന്നും വിമൽ സാറിന് ഒരുപാട് പൈസ ഉണ്ടെന്നും പറയണം. സബർ ജില്ലി കൊള്ളാം, കൊളവാവാം, മുതല വേണ്ട. അപ്പൊ ഇനി അർജുൻ. മർത്തോമ സഭയിലെ വലിയ തിരുമേനി ഡോക്ടർ ഫിലിപ്പോസ് മാർക്രിസോസ്റ്റം തിരുമേനിയുടെ ആ ഒരു വോയിസ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം ശ്രീകൃഷ്ണന്റെ അമ്മ വെണ്ണ ഉറിയിൽ കെട്ടിത്തൂക്കിയിട്ടു. അമ്മ ഇല്ലാത്ത നേരത്ത് ശ്രീകൃഷ്ണനൊരു വടി എടുത്ത് ഉറിയിൽ അടിച്ചു. അടി കൊണ്ട് ഉറി താഴെ വീണ് വെണ്ണ പോയി. അമ്മ ഇത് കണ്ടുകൊണ്ട് ചോദിച്ചു, ഇത് ഞാൻ ഉറിയിൽ കെട്ടിത്തൂക്കിയിട്ടതല്ലേ, അതെന്തിനാ നീ എടുത്തെന്ന്. അപ്പം കൃഷ്ണൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, വെണ്ണ ഉറിയിൽ കെട്ടിത്തൂക്കിയിടാനുള്ളതല്ല, മറിച്ച് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ മലയാളം എന്താണെന്നറിയാവോ? നിങ്ങളുടെ കയ്യിലുള്ള പൈസ ബാങ്കിലിടാനുള്ളതല്ല, മറിച്ച് അത് പാവപ്പെട്ടവന് കൊടുക്കാനുള്ളതാണ്. അടുത്തായിട്ട് നമ്മുടെ സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നടേശൻ സാർ. ഒരു ജാതി, ഒരു മതം, ഒരു എന്ത് ജാതി, എന്ത് മതം, നമ്മൾ സംസാരിക്കുമ്പോൾ രീതികളായി വ്യക്തമായി. നെക്സ്റ്റ് വൺ TS രാജു. ബാബു, ഇത് സർക്കസാ, നമ്മള് ജോക്കർമാരാ. കാണികൾ വരും, പോകുമ്പോൾ വേഷോ. ദ ഷോ മസ്റ്റ് ഗോ. കോമഡി മാസ്റ്റേഴ്സ് ഞാൻ സ്ഥിരം കാണുന്നതാ. മോടെ ചിരിയുണ്ടല്ലോ, അതെന്റെ മനസ്സിലാ. പിടിക്കുക. താങ്ക് യു. ചേച്ചി നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ നമ്മുടെ ബിജുക്കുട്ടനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. രണ്ടുന്റെ ജീവിതപടി വരാന്ന് പറഞ്ഞ അച്ഛന് ബാബുജിന് ഭൂമിദേവിയല്ലേ, എന്നാ പിന്നെ രണ്ടൂർ കൂടെ കെട്ടിപ്പിടിച്ച് കിസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ബാബുജി ഞാൻ ഉറങ്ങപ്പോ മണ്ണോട് അച്ചാറ് വെച്ച് എന്നിട്ടൊരു പേരിട്ട്, എന്താണ് കാര്യവണ്ണെന്ന്. ബിജുക്കുട്ടൻ പറഞ്ഞ ഡയലോഗ് കാസറ്റിൽ സ്പീഡ് ഫോർവേഡ് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാലോന്ന് വെച്ചാ. അപ്പൊ അർജുൻ നെക്സ്റ്റ് എന്താണ്? കട്ടപ്പന അടുത്തുകുറോ സിനിമയിലൂടെ ജനഹൃദയങ്ങൾ പിടിച്ചു പറ്റിയ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ധർമ്മജനം കൂടെ കോമ്പിനേഷൻ ഡയലോഗ്, ഒരേ സമയത്ത് രണ്ടുപേരുടെ വോയിസ്. രണ്ടുപേരുടെയും ചെയ്യും അല്ലേ? സാറിന്റെ അനുഗ്രഹം മേടിച്ചോ ഡയറക്ടറുടെ? എന്നെ ഇവിടെ സാധാരണഗതിയിൽ അങ്ങനെ ആരെങ്കിലും നാഷൊക്കെ ചെയ്ത പടത്തിൽ വരികയാണെങ്കിൽ വന്ന് കാലത്തോട് അനുഗ്രഹം മേടിച്ചിട്ടാണ് ചെയ്യാറ്. ചുമ്മാ പറയണത് മോനെ, ഞാൻ ആരെ കൊണ്ട് കാലയിൽ തൊടിക്കാറില്ല. എനിക്ക് അങ്ങനെ പിന്നെ വെറ്റയില് പൈസ കൊടുത്താ വാങ്ങിക്കുമോ? പൈസ 10,001 അല്ലേ വെറ്റയുടെ അകത്ത് വെച്ചിട്ട് തന്ന വാങ്ങിക്കും. അപ്പൊ ദേ ആ കാണുന്ന അവിടെയാണ് സ്പോട്ട്. ഓക്കെ, കണ്ണേ കണ്ട പെമ്പിളൊക്കെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാൽ നിനക്കൊക്കെ ചൊല്ലാൻ സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാ രണ്ടുപേരും സംസാരിക്കാൻ പറ്റില്ല. അപ്പം തിരക്കും ബഹളവും ദേഷ്യവും. എന്തിനാ മാസപ്പം അമ്മളിക്കും ദേഷ്യപ്പെടുന്നത്? സഹോ അല്ല, ഞാനെന്നല്ലേ എല്ലാ മക്കളും അമ്മോട് ദേഷ്യപ്പെടും. എന്താ കാര്യം? അത് നമ്മളെ വിട്ടുപോകൂല. നമുക്ക് ഉറപ്പുള്ള ഒറ്റ ആളേ ഉള്ളൂ, അത് നമ്മുടെ അമ്മയാ. സഹോ നിന്റെ നിന്റെ കൂടെ കൊണ്ട് തോന്നണട്ടോ. അമ്മ ഇല്ലാണ്ടായ പിന്നെ അമ്മ ഒന്ന് വിളിക്കാൻ കൊതിക്കും. അപ്പൊ ആ വിളി കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടമാടാ. താങ്ക് യു. അപ്പൊ ഇന്നത്തെ രണ്ടുപേരുടെയും പെർഫോമൻസ് ഓൾമോസ്റ്റ് ഡൺ അല്ലേ? കഴിഞ്ഞു, ചേച്ചിയുടെ കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം ഒന്ന് ആഡ് ഓൺ ചെയ്തോട്ടെ. ഇപ്പൊ നമ്മളെ മാർക്ക് ക്രിസോസ്റ്റം തിരുമേനിയെ ആദ്യം ഇമിറ്റേറ്റ് ചെയ്തല്ലോ. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലെ കലാകാരനായ നസീർക്ക് അദ്ദേഹത്തെ വരച്ച പിക്ചറും കൂടെ നമുക്കൊന്ന് കാണാം.
സമൂഹത്തിലെ 100 പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പല തുറയിൽ നിന്നുള്ളവർ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതുന്ന ഒരു പുസ്തകം വരുന്നുണ്ട്, ഒരു വലിയൊരു പുസ്തകം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ ഞാനായിരുന്നു, എന്നെയാണ് അവർ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന് ഞാൻ വരച്ചൊരു പടമാണ് ഇപ്പോൾ വരാൻ പോണത്. വാവ്, സൂപ്പർ. അപ്പൊ ആ പിക്ചർ എന്തായാലും നമുക്കൊന്ന് കാണാം. അതെ, സൂപ്പർ. നസീർക്ക് ഭയങ്കര എന്താ പറയാ, ഒരു ജീവൻ ഉള്ളത് പോലെ ഭയങ്കര ലൈഫ് ഉള്ള ഒരു പിക്ചറാണ് കേട്ടോ അത്. താങ്ക് യു. സൂപ്പർ സൂപ്പർ. അപ്പൊ ഇത് നമ്മുടെ പിക്ചറും ശബ്ദവും ഒക്കെ ആയപ്പോഴത്തേക്കും തിരുമേനി ഒരു ഭയങ്കര ഒരു പ്രസൻസ് പോലെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും എന്താണ് അവർ പറയുന്നത് കേക്കട്ടെ. പിന്നെ ചേച്ചി റെഡി അല്ലേ? അജൻ റെഡിയാണോ? റെഡിയേ. നാദിക എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും പെർഫോമൻസ്? പിന്നെ ശൈലജ ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ചെറിയ കലാപരിപാടി കൊണ്ട് കയ്യിലിരിപ്പ് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെയാണെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞു. മറ്റേ വേണിച്ചേട്ടൻ പണ്ട് പറഞ്ഞ പോലെ അറിഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. നന്നായിരുന്നു കേട്ടോ ശൈലജ, നന്നായിരുന്നു. പിന്നെ മോനെ നിന്റെ തിരുമേനിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നത്. പിന്നെ മറ്റതും കൊള്ളായിരുന്നു. നമ്മുടെ കട്ടപ്പനയിലെ സീക്വൻസ് നീ രണ്ടുപേരെ ശബ്ദം ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നതിന്റെ ഒരു റിസ്ക് ഭീകരമാണത്. ഒരാളുടെ മാത്രമായിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് വളരെ എളുപ്പമാണ്. പക്ഷെ രണ്ടുപേരുടെ ശബ്ദം മോൻ ചെയ്യാൻ ശ്രമിച്ചതിൽ അതിന് നിനക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ചേട്ടാ, ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, അതൊരു വലിയ അത്ഭുതമല്ല. പക്ഷേ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആണുങ്ങളുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നത് വളരെ റെയറാണ്, ബുദ്ധിമുട്ടാണ്. അത് ശൈലജ ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. വലിയ പാടാ, ഏതെങ്കിലും ഒരാളിനെ അല്ല, 2-3 കഥാപാത്രങ്ങൾ ചെയ്യില്ല, അതൊക്കെ നന്നായിരിക്കും. മോനെ നന്നായിട്ട് ചെയ്തു കേട്ടോ. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നടൻ അഭിനയിച്ചാൽ തന്നെ ഡബിങ് വേറൊരു ആർട്ടാണ് സംഭവം. ഒരാൾ അഭിനയിച്ച് തന്നെ ചിലപ്പം 10-20 ടേക്കൊക്കെ വേണ്ടി വരും. അതിനൊപ്പം ലിപ്സിങ്കിലൂടെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഡയലോഗ് പഠിക്കുന്ന ആൾ മോഹൻലാലാണ്. ഒരു 4 പേജ് ഡയലോഗ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 2-3 ദിവസം ഇരിക്കുക പറയാം, അയ്യോ എപ്പോഴാളോ ഇത് കാണാതെ പിടിക്കും. പുള്ളി അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കും 4 പേജ് റെഡി നമുക്ക് എടുക്കാമെന്ന് പറയും. ഒരു വള്ളി തെറ്റാതെ പുള്ളി അഭിനയിക്കുകയും ചെയ്യും. അത് ഡബ്ബിങ് തിയേറ്ററിൽ നമ്മൾ പറയാണ് പിക്ചർ എടുത്തില്ല, നമ്മൾ 2 മാസം മുമ്പ് ഷൂട്ട് ചെയ്യില്ല, പീരിയഡ് വെച്ചില്ല, ആ സീനിൽ പറഞ്ഞ ഡയലോഗ് ഇപ്പോൾ പറയാമോ, അതിനെന്താ പറയാം എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് പുള്ളി ഫുൾ പറയും. ഞാൻ കൊണ്ട് ഇത് എങ്ങനെ ഇത്രയും പടങ്ങൾ അഭിനയിക്കുന്ന ഒരാൾ കാണാതെ പഠിക്കുന്നുണ്ടപ്പോൾ ഞാൻ കാണാതെ പഠിക്കാറില്ല, ഞാൻ ആ സ്ക്രിപ്റ്റിലെ സീൻ ഇങ്ങനെ മനസ്സിൽ സ്കാൻ ചെയ്തിടുന്നു. അല്ല അങ്ങനെ എനിക്ക് ചേട്ടൻ പറഞ്ഞപ്പോൾ ഒരാളെ കൂടിയുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ. വെറുതെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ നോക്കിയിട്ട് ആ ഡയലോഗ്സ് കംപ്ലീറ്റ് ഒറ്റ സ്ട്രെച്ചിന് പറയുന്ന ഒരാളുണ്ട്, പൃഥ്വിരാജ്. ഇനി പൃഥ്വിരാജ് മാത്രമല്ല, എന്നാ എനിക്കുണ്ട് ഇനി ഒരാളും കൂടെ ഉണ്ട്, സിദ്ദിഖ്. 4 പേജ് ഡയലോഗ് എടുത്ത് ഈ മോഹൻലാലിന്റെ വരെ ഒരു പ്രാവശ്യം നോക്കിയിട്ട് തമാശയും പറഞ്ഞിട്ടിരിക്കും, ടേക്കിന് ചെല്ലുമ്പോൾ അതുപോലെ പറയുന്ന ഒരാളുണ്ട്, സിദ്ദിഖ്. ഇതേ സംഭവം മലയാളത്തിൽ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് വേറെ എവിടെയോ ശ്രദ്ധ എന്ന് നമുക്ക് തോന്നിയാൽ പോലും അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നിർത്തി കഴിയുമ്പോൾ ഒരു നോട്ടം നോക്കും. അപ്പോൾ നമുക്കറിയാം വായിച്ചോളാം. അത് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫോണിലായിരിക്കും, അവിടെ മെയിൽ ചെയ്യുന്നുണ്ടാവും, അവിടെ വേറെ പല കലാപരിപാടികളും നടക്കുന്നുണ്ടാവും. ഇത് കംപ്ലീറ്റ് കേട്ടുകൊണ്ടിരിപ്പുണ്ടാവും. എന്നിട്ട് മറ്റേ സാധനം അത് നിർത്തിയിട്ട് അയാൾ അപ്പം ഞാൻ അല്ല അത് നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് അവിടെ കാറ് നിർത്തി അവരവിടെ ഇറങ്ങി, എന്നിട്ട് ബാക്കി പറ മമ്മൂക്ക. അയ്യോ ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കും ശ്രദ്ധിക്കില്ലെന്ന് വിചാരിക്കും, പക്ഷെ ഫുൾ അറിയാം. ഫുൾ എവിടെ നിർത്തി എവിടെ ആ കഥാപാത്രം ആദ്യം തൊട്ട് അവസാനം അതിനിടയിൽ നമ്മൾ എന്തെങ്കിലും സംശയം പറയും, ഇങ്ങോട്ട് ചോദിക്കും കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത്. മറ്റേ കഥാപാത്രം പറഞ്ഞു നിർത്തിയ ഡയലോഗുണ്ട്, അത് കഴിഞ്ഞിട്ട് മറ്റാൾ എങ്ങനെ പറയണല്ലേ ആ പറഞ്ഞ ഡയലോഗ്. അദ്ദേഹം അഭിനയിക്കുന്ന തെലുങ്ക് പടം, കന്നഡ പടം, നാഷണൽ അവാർഡ് കിട്ടില്ല അംബേദ്കർ, അതെല്ലാം പുള്ളി തന്നെ ഓൺ ഡബ്ബിങ് ആണ്. അംബേദ്കറിന്റെ സമയത്ത് ഒരു ഇംഗ്ലീഷ് മാനെ കൊണ്ട്, കാര്യം അംബേദ്കറിന്റെ ഇംഗ്ലീഷ് യൂറോപ്യൻ സ്റ്റൈലായിരുന്നു, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് കൊണ്ട് ആക്സെന്റ് ഇംഗ്ലീഷ് വെസ്റ്റേൺ, അതുകൊണ്ട് അതിനു വേണ്ടി ടീച്ചറിനെ വെച്ച് പുള്ളി പഠിച്ചു ആ സൈസ് ഇത് വരാൻ വേണ്ടി. നല്ല പെർഫോമൻസ് ആയിരുന്നു. ശൈലജ നേരത്തെ പറഞ്ഞ പോലെ ശൈലജ ഇനി ഒരു പെർഫോമറാന്ന് നമ്മളെ മുമ്പിൽ തെളിയിക്കേണ്ട ഒരാവശ്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ അവിടെ നമ്മൾ ശൈലജ അംഗീകരിക്കുന്ന പറഞ്ഞാൽ ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോഴും അല്ലേ? മിമിക്രിയിലെ പുതിയ ശബ്ദങ്ങൾ ഇപ്പൊ നമ്മുടെ വോയിസിന് വഴങ്ങുന്ന ശബ്ദങ്ങൾ ചെയ്ത് ഇവിടെ കൊണ്ട് നമ്മുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നില്ലേ, അതിനാണ് കയ്യടി കേട്ടോ.
തിരുമേനിയുടെ വോയിസ് ഭയങ്കര രസമുണ്ടായിരുന്നു. താങ്ക് യു അടുത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നി, നന്നായിരുന്നു. താങ്ക് യു താങ്ക് യു. അതുപോലെ ഡബിങ്ങിൽ ധർമ്മജന്റെ വോയിസാണ് എനിക്ക് കുറച്ചുകൂടെ അല്ലേ പെട്ടെന്ന് നമുക്ക് ഇതായിട്ട് കിട്ടിയത്. നന്നായിരുന്നു നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇക്ക എൻ്റെ സ്വന്തം നാടായ വെണ്ണിക്കുളംകാർക്കും എൻ്റെ വീട്ടുകാർക്കും ഒരു ഹായ് പറയണം എല്ലാവരും. അപ്പൊ അജിന്റെ നാട്ടുകാരായ വെണ്ണിക്കുളത്തുള്ള എല്ലാ നാട്ടുകാർക്കും നമ്മുടെ ഇക്കമാരുടെയും രാജേട്ടന്റെയും താങ്ക് യു. ഹായ്.